എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ വഴി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അല്ലാത്തൊരു വ്യക്തിയും നമ്മുടെ ഈ ഒരു വീഡിയോ കാണാൻ വരില്ല എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ദൈനംദിനം നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ നമുക്ക് ഇതുപോലെ അക്കൗണ്ട് സസ്പെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ പേയിൻ്റെ ഭാഗത്തു നിന്ന് മെസ്സേജും കാര്യം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് നമ്മൾ അക്കൗണ്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്ന ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് റീആക്ടിവേറ്റ് നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ID നൽകുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൻ എനേബിൾ ആകുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കുക കേട്ടോ. കാരണം നമ്മൾ ഇതുപോലെ യൂസ്ഫുൾ ആകുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലോട്ട് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി വീഡിയോയിൽ കടക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത്, അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപരിചിതനായ ഏതെങ്കിലും വ്യക്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ കസ്റ്റമേഴ്സ് നമ്മുടെ അക്കൗണ്ട് തന്നെ അവർ സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു റീസൺ അതാണ്. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റിക്വസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പോട്ടെ, ഒരുപാട് റിക്വസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ 50, 100, 550 രൂപയുടെയൊക്കെ റിക്വസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന വഴിക്ക് നമുക്ക് മുകളിലായിട്ട് 3 ഡോട്ട് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ റിപ്പോർട്ട് യൂസേഴ്സെന്നോ അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പാമെന്നോ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് രീതിയിലാണോ, ഫ്രോഡാണോ എന്താണോ സജഷൻസ് വരുന്നതായിരിക്കും. സോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ആ ഒരു വ്യക്തിയുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഗൂഗിൾ പേ കസ്റ്റമർ സർവീസൊക്കെ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്ത് കളയുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരുന്ന റിക്വസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിയോ അല്ലാന്നെങ്കിൽ നിങ്ങളെ ഫ്രണ്ടൊക്കെ ആവട്ടെ ഇങ്ങനെ റിക്വസ്റ്റ് വരികയാണെങ്കിൽ അതിലൊരു പേ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ UPI പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് എന്നായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. റീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് താഴത്തായിട്ട് റീആക്ടിവേറ്റ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ്, അതായത് നിങ്ങളുടെ നെയിം, ബാങ്കിൽ കൊടുത്തിട്ടുള്ള നെയിം, നിങ്ങളുടെ ID വെരിഫിക്കേഷൻസ്, ആധാർ കാർഡ്, ATM കാർഡ്, അക്കൗണ്ട് നമ്പർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് അവർക്ക് ഗൂഗിൾ പേ കസ്റ്റമേഴ്സുമായിട്ട് നിങ്ങളെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അതിനുശേഷം അവരത് മൊത്തം വാലിഡേറ്റ് ചെയ്തതിന് ശേഷം ഇത് 100% ട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് അത് റീആക്ടിവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയും നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ടെമ്പററിലി സസ്പെൻഡ് ആയിരിക്കും. എന്നാൽ ഒരുപക്ഷെ പിന്നീട് നിങ്ങളുടെ അക്കൗണ്ട് അവർ ഗൂഗിൾ പേ കസ്റ്റമർ സർവീസ് പെർമനൻ്റ്ലി സസ്പെൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇമെയിൽ ID മാറ്റിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന്. എന്നാൽ അത് സാധിക്കില്ല. കാരണം അവർ സസ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുള്ള നമ്പർ വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഗൂഗിൾ പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ തന്നെ ബാൻ ചെയ്ത് ഒഴിവാക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഇനി എന്തെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്റ്റൻ്റെ ID ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് നമ്മളെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.